ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രോ ഗെയിമിംഗ് 2.0. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ മാപ്പിൽ തന്നെ ഞാൻ കഴിഞ്ഞ വട്ടം കളിച്ച മാപ്പില്ലേ, MLG ഇതവും PvP ഇതവും ആ മാപ്പ് തന്നെയാണിത്. സോ ഈ മാപ്പിൽ നമ്മൾ ഇന്ന് PvP ആയിട്ട് സർവൈവൽ ആയിട്ടും കുറച്ച് കളികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാനൊരു കണ്ടന്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിടും. അതുവരെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു പ്രോ പ്ലെയർ ആവാന്ന് കാണിച്ചു തരുന്നു. അതായത് ഇവിടെ ഇപ്പം എന്താ PvP MLG ഇത് PvPൻ്റെതാണ്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ സർവൈവൽ സെക്ഷൻ, അതായത് നമ്മൾ സർവൈവൽ കളിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയില്ല പോർട്ടൽ ഉണ്ടാക്കൽ, ലില്ലി പാഡിൻ്റെ ഡ്രോപ്പ് ചെയ്ത് പാർക്കോർ, കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കൽ, അതൊക്കെ സർവൈവലിൽ പെടുന്നത്. പിന്നെ ഇത് PvP. നമുക്ക് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻ തന്നെ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. MLG പ്രാക്ടീസ് നമ്മൾ കഴിഞ്ഞ ചെയ്ത് മടുത്തതാണ്. ബ്ലോക്ക് ക്ലച്ച് ഇതാണ് സംഭവം. അത് ചെയ്ത് നോക്കാം. കുറേ വൂളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താ അവിടം വരെ എത്തി. ഇതിങ്ങനല്ലേ. പക്ഷേ ഇതിൻ്റെ കുഴപ്പം പറഞ്ഞാൽ അറ്റത്തെത്തുമ്പോൾ ഞാനവിടെ വീഴും. കണ്ടേ, എനിക്കിവിടെ അറ്റത്തെത്തുമ്പോൾ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഏതോ ഒരു ലിവർ കയ്യിൽ വയ്യ. നമുക്കൊന്നുകൂടി ചെയ്യാം. എന്നെ കൊണ്ട് പറ്റും. എൻ്റെ പേര് പ്രോ. എൻ്റെ അമ്മോ, ഞാൻ അതിങ്ങനെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഒരു 100 വട്ടം ചത്തുകയാണ് ഇപ്പോൾ. അല്ല, ചാവണമൊന്നും ഇല്ലല്ലേ, കാണിക്കില്ല അല്ലേ. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെ കൊണ്ട് പോകണം. എടോ, ഇങ്ങനെ പോവുക. അവിടെ ക്ലോസ് ആയിരുന്നടാ. ഇങ്ങനെ കൊണ്ട് പോവുക. ഓടാ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇത് കാശ് നല്ല പണിയാണ്. ഞാനിന്ന് കറക്റ്റായി ചെയ്തിട്ട് കാണിച്ചത്. ഓക്കെ, കറക്റ്റൊന്നുമില്ല, നേരെ പോവുക. ഇങ്ങനെ പോയാൽ മതിയോ? പക്ഷെ ഇങ്ങനെ പോയാൽ നമ്മളെ പ്ലെയർ അടിച്ചിടും. എടാ, ഞാൻ ജമ്പ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. ഓ, എത്തി എൻ്റെ മോനെ. പിന്നെ നമ്മളോടാ കളി. നമ്മളിതൊക്കെ ഇതിനപ്പുറം കണ്ടു. ഇതെന്താ ഡിസ്പെൻസറോ? ഇതെന്താ? ഓ, തീർന്നു. ഇതിന് ഈസി ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞു. ഇങ്ങനെ വീഴാം. വീഴാണ്ട് ഇങ്ങനെ വീഴാൻ പാടില്ല. വീണാ തീർന്നു. പിന്നെ വീണാ തീർന്നു. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ഗൈസ്. ഇത്ര ആരൊക്കെ ആരെങ്കിലും വിടുക, അല്ലെങ്കിൽ PvPയിൽ അവനെ കൊണ്ട് പറ്റുമോ? ഇതെന്താ സ്കെലിറ്റൻസ്? ഓ, തീർന്നു. ഇതും കൂടി ആയപ്പോൾ എല്ലാം ശരിയായി. എനിക്കൊരു ബ്ലോക്കും കൂടി വെക്കാൻ മതി. ഒരു ബ്ലോക്ക് പോലും മര്യാദ വെക്കാൻ മതി. ഞാൻ പെട്ടെന്ന് ഇത് പെട്ടെന്ന് അങ്ങനെ വെക്കും. നമുക്ക് ഈ സെഷൻ കൊണ്ട് കളഞ്ഞിട്ട് ബാക്കി സെഷനിൽ പോവാം. ബ്രിഡ്ജിങ് വേറൊരു ടൈപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ബ്രിഡ്ജിങ് നമ്മളിപ്പോൾ പഠിച്ചാണ്. കുറച്ചും കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്ത് സെറ്റാവും. അടുത്ത സെറ്റാണ് വാൾ റൺ. ഇതെന്ത് സംഭവം? റീസെറ്റ് സ്പീഡ് എടുക്കണം. ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേതല്ലേ? ഞാൻ ഓടാ എന്തി കാട്ടിന്. ഇവിടെ റീസെറ്റ് ക്ലിയർ എഫക്റ്റ്. ഓക്കെ, ഇപ്പം സെറ്റായി. സംഭവം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സ്പീഡിൻ്റെ എഫക്റ്റ് എടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് പോവുക, ഇങ്ങനെ വയ്ക്കുക. സ്പീഡിൻ്റെ എഫക്റ്റിൽ പാടാ. ഞാൻ വിചാരിച്ച് ഈസി ആവുന്നു. ഞാൻ സ്പീഡിൻ്റെ എഫക്റ്റ് പോവുക. അതിൽ കൊടുത്താൽ മതിയില്ലേ? അതിൽ കൊടുത്താൽ മതി. ഇത് പറഞ്ഞാൽ വാൾ റണ്ണ് പറഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ പോകണം. അവസാനം അവിടെ എത്തണം. പക്ഷെ അവിടെ എത്താൻ എനിക്ക് മാത്രം ചിലത് പറ്റാത്തത്. ഇങ്ങനെ പോയി അവിടെ സോ ക്ലോസ്.
ഞാൻ ഇങ്ങനെ പോയേക്കാം. ഇനി പോവാ. എടോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ന്യൂവാണ്. നിങ്ങൾ പ്രോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാതെ. എൻ്റെ പേരിലുള്ളൂ പ്രോ. ഫാറ്റൊക്കെ ഉണ്ട്. കയ്യിന്ന് എടുത്താൽ പിന്നെ തീർന്നു. ഓ എടാ സോ ക്ലോസ്. എൻ്റെ അമ്മോ, ഇതൊന്നും സെറ്റാവില്ല. ഞാനേ ജമ്പി ബട്ടൺ അമർത്തിക്കൊണ്ട് പോയി. ഓ ഞാൻ സ്പ്രിൻറ്റ് ബട്ടൺ 2 വട്ടം നിൽക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. ഒറ്റ വട്ടം നിൽക്കിയാൽ മതി, സിമ്പിൾ ആയിക്കോളും. എടാ ഈ വാളിന് എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റിയതല്ല. എടാ ഞാൻ കണ്ട സ്പ്രിൻറ്റ് ഞാൻ 2 വട്ടം ചെയ്യാണ്. അല്ലെങ്കിൽ കണ്ട ഇപ്പോഴൊരു മാറ്റവും ഇല്ല. ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ചിലപ്പോൾ പറ്റിയല്ലോ. അയ്യോ സ്പീഡിൻ്റെ എഫക്റ്റ് എടുത്തില്ല. സെറ്റ് 1 2 3. ഇതെന്ത് കഷ്ടാടേ. ഇനി ഓ പ്രശ്നം മനസ്സിലായി. ഞാൻ എൻ്റെ കീപാഡിലാണ്. കീപാഡ് പോയിട്ട് ചോടാ ഇത് എന്ത് പാടാലോ. അത് 6 മിനിറ്റ് ആയി. അപ്പോഴും എന്നെ കൊണ്ട് പറ്റും. അവസാനം എത്തിയിട്ട് എടാ ഞാൻ ഈ ഒരു ബട്ടൺ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. കണ്ടോ ഇങ്ങനെ പോകുമ്പോൾ വീഴാണ്. അതാണ് എൻ്റെ കുറ്റമല്ല അത്. മോചാൻ ഈ ബട്ടൺ റിമൂവ് ചെയ്യണം. ഈ ബട്ടൻ്റെ ആവശ്യപ്പെടില്ല. വല്ല സെറ്റിങ്സ് ഉണ്ടോ ഈ ബട്ടൺ റിമൂവ് ചെയ്യാൻ? എന്നാൽ ഞാൻ ഇപ്പോൾ ബ്രിഡ്ജിങ് പ്രോ ആയി. എൻ്റെ കൈ തട്ടിയിട്ട് കണ്ടോ. എൻ്റെ കൈ പണ്ട് അറിയില്ല ഗൈസ്. ഞാൻ കുറച്ച് പ്രാക്ടീസായിട്ട് നീക്കാം. അല്ലെങ്കിൽ ബാക്കി അവിടെ വെച്ച് പറഞ്ഞില്ല. അല്ലെങ്കിൽ പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് പോകുന്നായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് മീറ്റ് ചെയ്യാം. ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒക്കെ ഫെയിലാവുകയാണ്. എന്തെങ്കിലും ഈശ്വര ഒന്ന് രക്ഷപ്പെട്ട് കിട്ടി. ഈ ഈശ്വരൻ തന്നെ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇനി ചെയ്യാം. ഒരു ബ്ലോക്ക് ഹൈറ്റിൽ ചെയ്യുമ്പോൾ ഗൈസ് ഇത് നല്ല പാടാണ്. ഇത് നടക്കണ പണിയല്ല. എന്ത് കഷ്ടമാണ് ഗൈസ്. ഇങ്ങനെ എൻ്റെ അമ്മ എനിക്ക് കുറച്ച് ടെൻഷൻ കൊടുത്തതാവും. ഞാൻ ഇങ്ങനെ പോകുന്നു. എൻ്റെ അമ്മ ഈ വീഡിയോ ഇനി ഫുൾ ഇതാവും. ഇങ്ങനത്തെ മൂഞ്ചിയ യൂട്യൂബർ ഞാനൊന്നുമല്ല. യെസ് പിന്നല്ല. അമ്മോ അങ്ങനെ ഇത് മതി. ഇനി ഇത് മതി. ഇനി അത് കളിച്ചാൽ എനിക്ക് വട്ടാവും അവസാനം. അടുത്ത എന്താടേ കോംബോ പ്രാക്ടീസോ? അതെന്താ സംഭവം? ഇതെന്താണ്? സ്നോബോളൊക്കെ ഇതെന്താ? സ്നോബോൾ അറിയാം. ഓ സോഡ് കണ്ടിട്ടുണ്ട്. വില്ലേജർ വിൻഡിക്കേറ്റർ എടുക്കാം. അതാണ് കുറച്ചും കൂടി ടഫ്. വിൻഡിക്കേറ്ററിന് എനിക്ക് തൊടാൻ പോലും മര്യാദയ്ക്ക് വയ്ക്കില്ല. അപ്പോഴാണ് എന്താ ഇതിനൊന്നും കണ്ണില്ലേ? എന്ത് ഇൻഡിക്കേറ്ററാടാ? കണ്ണില്ലാത്ത ഇൻഡിക്കേറ്ററിനെ ഞാൻ എപ്പോഴാണ് കാണുന്നത്? കഷ്ടം തന്നെ. ഒരു കണ്ണില്ലാത്ത ഇൻഡിക്കേറ്റർ. ഇതാ ഇൻഡിക്കേറ്റർ. അപ്പം നമ്മൾ സെറ്റായി ഗൈസ്. ഓക്കെ ഞാൻ അതിൽ സംഭവം നോട്ടീസ് ചെയ്തു. നമുക്കുണ്ടല്ലോ ആദ്യം ഒന്ന് ചാവട്ടെ. ഹെൽത്തേ ഇല്ല. ഞാൻ ആദ്യം ഒന്ന് ചാവട്ടെ ഗൈസ്. യെസ്. ഇതിൽ കോംബോൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇത് ഇത്തിരി സ്പീഡ് കൂടിയ കോംബോ ആണ് ഗൈസ്. ഈ ഒരു സ്പീഡ് കൂടിയ കോംബോയിൽ ഉണ്ടാവും. ഇൻഡിക്കേറ്ററിൻ്റെ സ്പീഡുണ്ടോ നമ്മൾ വിചാരിക്കണേക്കാളും അടുത്താണ്. അടുത്ത കോംബോ ഏതാ? ഹെൽത്ത്. ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റുമോ? ഹെൽത്ത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യാൻ പറ്റുക? കോംബോ സി.
ഇതെന്താ കോമ്പോസ് ചെയ്യുക എങ്ങനെയാവും ഗൈസ്. സ്ലോ ഫാളിങ് ഉള്ളതുകൊണ്ട് ഒന്നത്ര ഇത് ഓഫാക്കിയിടാം. ഈ കോംബോ ഡിയിലോട്ട് പോവാം നമുക്ക് പെട്ടെന്ന്. കോംബോ ഡി എന്നാ മോണിമെൻറ്റിൻ്റെ ടീമോ എനിക്ക് മനസ്സിലായില്ല. എന്നൊന്ന് ടച്ച് ചെയ്തിട്ടും കൂടിയില്ല. അപ്പോഴാണ് ഇൻഡിക്കേറ്റർ ഇനി ഈ കോംബോ ഡിയിലെന്താ ഈസി തന്നെയാണല്ലോ. വലിയ ഈ ബൗണ്ടറി മാത്രമേ മാറണുള്ളൂ, ആരും മാറുന്നില്ല. ഇതെന്താ ഈ കോംബോ ഇ എങ്ങനെയാവും? ഡെസേർട്ടാ ഇവിടെ എന്താ വില്ലേജർ? ഇവിടെ വില്ലേജറിന് അപ്പം എടേ ഞാൻ അപ്പം എന്താ കണ്ടേ? എടാ ഓക്കെ മനസ്സിലായി. ഞാൻ വിൻഡിക്കേറ്ററിനെ കൊന്നായത് സംഭവം അതൊന്നല്ല. നമുക്ക് ഇൻഡിക്കേറ്ററിനെ സ്പോണാക്കാം. ഇൻഡിക്കേറ്റർ ഇങ്ങോട്ടാണോ? ഇതൊക്കെ എന്ത് നമ്മൾ ഇതിന് മേലെ PvP ചെയ്തിട്ടില്ല. റോയാണ് ബ്രിഡ്ജിങ്ങിന് മാത്രത്തിലോ കുഴപ്പമുണ്ട് എന്നുള്ളൂ. ഇനി വാടാ വിൻഡിക്കേറ്റർ നിന്നെ ഞാൻ വിൻഡിക്കേറ്റർ എടാ വിൻഡിക്കേറ്ററിനെ അടിക്കാനാണ് എന്താന്നറിയാം. വിൻഡിക്കേറ്ററിനെ അടിക്കുന്നല്ലോ ഒന്ന്. സോ ഗൈസ് നമുക്ക് തീരെ ടൈമില്ല, അങ്ങോട്ട് പെട്ടെന്നോട്ടൊന്നും എല്ലാം തീർക്കണം. ഇനി നമുക്ക് അടുത്ത് തീർക്കാം. ഇത് നമ്മൾ തീർത്താണ്. ഇത് എന്തിനാ പിന്നെ പോകണം? ചെസ്റ്റ് ലൂട്ടിങ് വലിയ രസമല്ല. എൻഡർപേൾ ക്ലച്ച് അതേമാതിരി തന്നെ. എയിമും ക്ലച്ച് ടവർ ഇതെന്താ സംഭവം ഗൈസ്? ഞാൻ ഇപ്പോൾ കാണിച്ചൊക്കെ എന്താ പറയുക ഇതാണ് കേട്ടോ. എന്താ പറയുക ഞാൻ ചെയ്താണ്, അതുകൊണ്ടാണ് ഞാനൊന്നും ഇതാക്കാത്തത്. ഇതെന്താ പാർക്കോർ ചെയ്യേ? അങ്ങനെയാണോ ഇതിങ്ങനെയാണോ? കണ്ടോ അതൊന്ന് ഇങ്ങോട്ട് മനസ്സിലാവണല്ലോ എന്തിനാ ഊളാന്ന് എനിക്ക്. കണ്ടോ ഇത് സിമ്പിളായി ചെയ്യാറ് എനിക്ക്. മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഊള് വെച്ച് പോണല്ലേ. അങ്ങനെ ഇതാണ് ഒന്ന് ഊള് വെച്ച് പോണം. അപ്പം അല്ലടേ ഊള് വെച്ചാൽ അല്ലാണ്ട് ഞാൻ പോയല്ലോ. പിന്നെന്താ ഊള് വെച്ചിട്ടാണെങ്കിൽ അതിനേക്കാൾ ഈസിയാവും. കണ്ടാ ഊള് വെച്ചിട്ട് നല്ല പാടാ, ഈസി ഒന്നുമല്ല. ഇതൊന്നല്ല, ഇത് വെറുതെയാണ്. ഞാൻ പിന്നെ ഇതന്നെ കളിച്ചു. ടൈം വേസ്റ്റിങ്. ഓക്കെ ഗൈസ് നമുക്ക് അടുത്ത് നോക്കാം. ചെസ്റ്റ് ലൂട്ടിങ്, എൻഡർപേൾ ക്ലച്ച് ടവർ ബ്രിഡ്ജിങ്. യെസ് നമ്മുടെ മെയിൻ സംഭവം എത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്ലൂ വെച്ചിട്ട് ചെയ്യാം. എനിക്ക് ബ്ലൂ ആണ് കുറച്ചും കൂടി ഇഷ്ടം. ബ്ലൂ കാരണം രണ്ടും ഇരിക്കട്ടെ. ടൈമർ ഇട്ടാലേ. ടൈമറുണ്ട്. ഇതെന്താ ടൈമർ ഓണായ? നമ്മളിവിടെ വെക്കുമ്പോൾ ടൈമർ ഇതെന്താ ഈ ടൈമറിന് പറ്റിയ? ഇതിപ്പോ ടൈമർ എന്താ കംപ്ലൈൻ്റ് ആയി തോന്നുന്നു. ഇല്ല ഇപ്പം ശരിയായി. സോ ഈ ഒരു മാപ്പിൽ മെയിനായിട്ട് നമ്മൾ ബ്രിഡ്ജ് ചെയ്യണം 10 ബ്ലോക്ക്. 10 ബ്ലോക്ക് പറയുമ്പോൾ ഇവിടെ സെക്കൻഡ് കാണിക്കണ്ടല്ലേ. നമുക്ക് ആ സെക്കൻഡിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ 0 അല്ലേ. 1 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ? നൈസടാ നൈസ്. പക്ഷെ അത് പോരാ, 4 സെക്കൻഡിലൊക്കെയാണ്. അത് വെറുതെയാണ്. എനിക്കിത് 1 സെക്കൻഡിൽ ചെയ്യാം. ഞാൻ ഇതിൻ്റെ റെക്കോർഡ് വെച്ചിട്ട് അവിടെ ഒരുമാതിരി എന്താണ് ബ്രോ 10 ബ്ലോക്ക് പോലും പറ്റില്ല എന്നെ കൊണ്ട്. ബ്രിഡ്ജിങ്ങിൽ വളരെ മോശമാണ് ഗൈസ്. അതും പറ്റില്ല. എൻ്റെ സ്പോൺ ഞാൻ അത്തിരി സ്പീഡ് കൂടുതല ഒന്നും മെല്ലെ ചെയ്യാം. ഇതാണ് പ്രശ്നം. ഒന്നിങ്ങോട്ട് പോയിട്ട് യെസ് 1 സെക്കൻഡ്. ഞാൻ പറഞ്ഞില്ലേ
അടുത്തതിലോട്ട് പോവാം. ഇതെന്ത് ബ്രിഡ്ജിങ് നോക്കാം. ഡയജിനൽ ബ്രിഡ്ജിങ്. ഓ ഇതൊക്കെ വേണ്ട. ഇത് ഞാനിപ്പോൾ പഠിച്ചിട്ടില്ല. ഇപ്പം അത്ര വലിയ പ്രോയല്ല. 20 ബ്ലോക്ക്. എടാ ഞാൻ കണ്ട വിൽക്കുന്ന ബ്ലോക്ക് പോകണം. മൈൻക്രാഫ്റ്റിൻ്റെ കൂടെ അല്ലേ ഇപ്പോൾ. എടാ അപ്പോൾ വേറെ വല്ലതും പറഞ്ഞു പോയാൽ തൽക്കാലത്തേക്ക് അങ്ങനെ ഇരിക്കാം. യെസ് 3 സെക്കൻഡിനുള്ളിൽ തീർത്തു. പക്ഷേ 2 സെക്കൻഡാണ് കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. 2 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. എടാ 2 സെക്കൻഡിനുള്ളിൽ പറ്റില്ല. 20 ബ്ലോക്ക് 2 സെക്കൻഡിനുള്ളിൽ പറ്റില്ല. എത്ര ശ്രമിച്ചാലും 20 ബ്ലോക്ക് 2 സെക്കൻഡിനുള്ളിൽ പറ്റില്ല. ആ 2 സെക്കൻഡിനോട് പറ്റി. പിന്നല്ല നമ്മൾ ഈ 33 സെക്കൻഡ് കൊണ്ട് തന്നെ പറ്റൂ. അതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല തോന്നുന്നു. ഇത് പറ്റില്ല വേണ്ട. ഞാൻ ആ താഴേക്ക് നോക്കിയിട്ട് ചെയ്യണം. ഈ സെൻറ്ററിലേക്ക് നോക്കി ഇങ്ങനെ ചെയ്യണം. 6 സെക്കൻഡ്. ഇതൊന്നും ഒന്നുമല്ല. ഇതിൻ്റെ അപ്പുറം നമ്മൾ ചെയ്യും. 3 സെക്കൻഡാണ് നമ്മുടെ ഗോള്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ ആ താഴേക്ക് നോക്കിയിട്ട് എന്തിനാടാ ചെയ്യണേ? കരണ്ടും പോയി. ഉണ്ടാരം. ഓ എൻ്റെ അമ്മച്ചേ എന്നെക്സം. ഇതെന്താ അത് ഇങ്ങനെ പാടി? ഓക്കെ യെസ് 4 സെക്കൻഡ് കുഴപ്പമില്ല. 40. ഇതും നമുക്കൊരു 10 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റും തോന്നുന്നു. 0. പിന്നെയും 0. ഇങ്ങനെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞു നമുക്ക്. എന്നിട്ടാണ് ചാവും. എടാ ഞാൻ ഇപ്പം എത്രോട്ട് കത്താണ്. ഓ കണക്കും കഴിയില്ലല്ലേ. പറ്റിയത്. അപ്പോൾ ഈ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലെങ്ത് കൂടിയതും കൊണ്ട് നമ്മൾ ഇത്ര വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇങ്ങനത്തെ അല്ല കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.